വയനാട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുമെന്ന സൂചന നൽകി വിമത സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയ യൂത്ത് കോൺഗ്രസ് നേതാവ് ജഷീർ പള്ളിവയൽ. തനിക്ക് മുറിവേറ്റാലും പാർട്ടിക്ക് മുറിവേൽക്കാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ജില്ലയിലെ ചില നേതാക്കൾ തന്നോട് അനീതി കാണിച്ചെന്നും ജഷീർ പള്ളിവയൽ 24-നോട്. 24 എക്സ്ക്ലൂസീവ്. നമുക്ക് ഏറ്റ ഒരു മുറിവ്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പങ്കുവച്ചിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ക്രോഡീകരണം നമുക്ക് എത്തേണ്ടത് എന്താ പറയുക, ഇവിടെ ചില നേതാക്കന്മാർ നമ്മളോട് കാട്ടിയൊരു അനീതിയുണ്ട്, അതിൻ്റെ ഒരു സ്വരമുണ്ട്. അതിലെ ഒരു തിരുത്തലുകളാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. ആ തിരുത്തലുകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്ക് മത്സരരംഗത്തേക്ക് പോകാതിരിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ മനസ്സിനകത്ത് ജീവിക്കുന്നത്. ഒരു സ്വീകാര്യമായിട്ടുള്ള തിരുത്തലുകൾ ബന്ധപ്പെട്ട ചില ആളുകളിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ജില്ലയിലെ വിമത സ്ഥാനാർത്ഥികളെ പിൻവലിപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ഊർജിത ശ്രമം നടത്തുമെന്ന് ബ്യൂറോ പറയുന്നു. വയനാട്ടിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് സുർജിത് അയ്യപ്പത്ത്, പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. വലിയ രീതിയിലുള്ള വിമത പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് കോൺഗ്രസ്. സ്ഥാനാർത്ഥി പത്രിക, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ഘട്ടത്തിൽ പോലും അത് പൂർണ്ണമായും പിൻവലിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നേതാക്കളുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇത്തരത്തിൽ വിമത സ്ഥാനാർത്ഥികളോട് അത്തരത്തിൽ പത്രിക നൽകിയ ആളുകളോടെല്ലാം തന്നെ DCC ഓഫീസിൽ എത്താനുള്ള നിർദ്ദേശം നേതൃത്വം നൽകിയിട്ടുണ്ട്. അതിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ജഷീർ പള്ളിവയലും ഉൾപ്പെടും. ജഷീർ പള്ളിവയൽ നമ്മോട് വിശദമായി തന്നെ ഈ വിഷയത്തിൽ സ്ഥാനാർത്ഥിത്വമായി അതിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം സംബന്ധിച്ചൊരു വിശദീകരണം അദ്ദേഹം നൽകുകയുണ്ടായി. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം, ആദ്യം തോമാട്ടുചാൽ സീറ്റിൽ, ആദ്യം ചുരൽമല സീറ്റിലാണ് പരിഗണിക്കുമെന്നാണ് കരുതിയത്. അത് ഘടകകക്ഷിക്ക് നൽകി. പിന്നീട് ഉണ്ടായ തോമാട്ടുചാൽ സീറ്റിൽ പരിഗണിക്കണമെന്നുള്ള ആവശ്യം താൻ ഉന്നയിച്ചു. പക്ഷേ അത് ഉണ്ടായില്ല. അതിന് പിന്നിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്ന കാര്യം. മത്സരരംഗത്തേക്ക് പോകാതിരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. തനിക്ക് തൻ്റെ ഈ വിഷയത്തിൽ, അതായത് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാര്യമായ തിരുത്തലുകൾ നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. ഇപ്പോൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കും തനിക്കും തമ്മിൽ അതിൽ എന്ത് അയോഗ്യതയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയിൽ നിന്ന് തനിക്ക് ഉള്ളത് എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം. കെ സുധാകരനും VD സതീശനും അടക്കമുള്ള നേതാക്കൾ അദ്ദേഹവുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയും ഇന്നുമായി സംസാരിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. മാത്രമല്ല, യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ സംസാരിച്ചു. പക്ഷേ തനിക്ക് നേരിട്ട ഈ അനീതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താൻ ചൂണ്ടിക്കാട്ടിയതാണ്. 2 തവണ താൻ മത്സരിച്ച് വിജയിച്ചു എന്നുള്ള വിമർശനമാണ് ഉന്നയിക്കപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി 5 തവണയാണ് മത്സരിച്ചത്. ഇപ്പോൾ 6ാം തവണയാണ് മത്സരരംഗത്തേക്കുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പത്രിക പിൻവലിക്കാനുള്ള നീക്കമാണ് ഇദ്ദേഹം നടത്തുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ 11:30 DCC ഓഫീസിലേക്ക് അദ്ദേഹത്തെ വിളിപ്പിച്ചിട്ടുണ്ട്. കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം പരമാവധി പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ പോകണമെന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്ന ഒരു വാദം. അത് അംഗീകരിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.